back to fathus cooking. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് വെറൈറ്റി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാനുള്ള ഡിഷാണ്. അപ്പോൾ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. അതുകൊണ്ട് ഉമ്മ കുറേ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണികൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി ആയിരുന്നു ഇത്. അതോടെ ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബിരിയാണീൻ്റെ പേര് ഹരിയാലി ബിരിയാണി അല്ലെങ്കിൽ ഗ്രീൻ ബിരിയാണി. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഹെർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മസാലയൊന്നും ഇതിലില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനിപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിന് കുറച്ച് മസാല ഉണ്ടാക്കി ഇത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തലേദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പുതിന, ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 10 എണ്ണം നല്ല എരിവുള്ളതും 5 എണ്ണം കുറച്ച് എരിവ് കുറഞ്ഞതുമാണ്. പിന്നെ ഒരു നാരങ്ങ. ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് ആദ്യം പുതിനയും മല്ലിയിലയും കൂടെ അരച്ചെടുത്ത് നാരങ്ങ ഒഴിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മളുടെ പച്ചമുളക്, ഇതിപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണ്, അത് എരിവുള്ള 10 എണ്ണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ഇതിൽ തക്കാളി അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ നാരങ്ങയുടെ പുളിയും ഈ തൈരിൻ്റെ ഒരു ടേസ്റ്റും കൂടെയൊക്കെയാണ് ഈ ബിരിയാണിക്ക് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാത്ത കാര്യം, ഇത് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും കൈ വെച്ച് മിക്സ് ചെയ്യാത്തതാണ് നല്ലത്. ഇത് നമ്മൾ തലേദിവസം രാത്രിയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇതുപോലെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സാധാ ബിരിയാണിക്ക് ചേർക്കുന്ന പോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും ഗ്രീൻ കളറൊന്നും ഉണ്ടാവില്ല, ഒരു ലൈറ്റ് കളർ ഗ്രീൻ ആയിരിക്കും. പിന്നെ മിൻറ്റിൻ്റെയും മല്ലിയിലേൻ്റെയൊക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി വേണ്ടത് ഒരു 5 സവാളയാണ്. പിന്നെ ഒരു 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു മസാല ഉണ്ടാവും, അതാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ബസ്മതി റൈസാണ്. ഇതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 8 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. ഞാൻ കാണിച്ച കപ്പിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാനിലോട്ട് 5 ടേബിൾ സ്പൂൺ കനോഡ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാത്തതാണ് നല്ലത് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ സവാളയൊന്നും വഴറ്റിയല്ല ചേർക്കുന്നത്, സവാള ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഓയിലിൽ തന്നെ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് ടൈമൊന്നും ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട. ഇത് നല്ല ഹൈ ഫ്ലെയിമിലാണ് ആദ്യം നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചിക്കൻ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്.
സമയത്ത് നമുക്ക് സവാള ഫ്രൈ ചെയ്തും കൂടെ എടുക്കാം. ഇപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട്. ഇതൊരു 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സവാള ചേർക്കാം. ഇത്ര ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2 ബിരിയാണി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഇപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സവാളയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി സവാളയും കൂടെ പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ റൈസും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുന്നേ കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത സവാളയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിത് കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ റൈസ് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമൽ ബിരിയാണിക്കൊക്കെ ചേർക്കുന്നത് പോലെ കാഷ്യൂനട്ടും മുന്തിരി അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ലപോലെ കുക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 4.5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്ന അളവിനാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. ഇതിപ്പോൾ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്പൈസസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ റൈസ് ഏതാണ്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളുടെ മസാലയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. ഈ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് മുന്നേ ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പീസസ് ആയിട്ട് കിടക്കത്തില്ല. ഇനി നമ്മൾ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് പാലിൽ റെഡ് കളറും കുറച്ച് മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി. പിന്നെ കുറച്ച് ഗരം മസാലയാണ് പൊടിച്ചതാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, പുതിന, നോർമൽ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്നത് പോലെ ദം ചെയ്യുകയാണ്. പിന്നെ അതിൽ കാഷ്യൂനട്ടും മുന്തിരി ആഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മളുടെ മസാലയും കൂടെ മുകളിലിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് നമുക്കിത് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് ജസ്റ്റ് ഒന്ന് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ബാക്കി റൈസും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ബട്ടർ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ബിരിയാണിയും നിങ്ങൾ കാണാത്തവർ ഉറപ്പായിട്ടും കാണാൻ മറക്കല്ലേ. അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് തരണേ. നേരത്തെ ചെയ്തതുപോലെ ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ഗ്രീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു റൈസിനൊക്കെ ഒരു ലൈറ്റ് കളർ ഗ്രീൻ കിട്ടിയിട്ടുണ്ട്.
ഇത് കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ see you next time. Bye.